പാഠം 562 ഓർമ്മകളിലെ തപാൽ പെട്ടി. എന്താണ് പരിപാടി? അമ്മയ്ക്ക് എഴുത്തെഴുതിട്ട് 1 മാസമായി. എഴുത്തോ? എന്തിന്? ആളുകൾ എഴുതുന്നത് എന്തിനാണ്? ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെയുള്ളവരെ അറിയിക്കാനും അവിടുത്തെ വിശേഷങ്ങൾ അറിയാനുമാണ്. ഇതൊന്നും അറിയാതാണോ വലിയ വക്കീലാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ ചോദിച്ചത് അതല്ല. ഇന്നലെ വൈകുന്നേരം മോഹനേട്ടൻ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പൊ വിശേഷങ്ങളെല്ലാം പറഞ്ഞതല്ലേ? അല്ല, അത് കഴിഞ്ഞ് പുതിയ വിശേഷം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കല്ലേ? മോഹനേട്ടൻ അതെടുത്ത് വിളിച്ചൂടെ? അതല്ലാതെ കുത്തിപ്പിടിച്ചിരുന്ന് എഴുത്തെഴുതി അയക്കുന്ന എന്തിനാണ്? അതെ, ഈ എഴുത്ത് തന്നെ എത്ര ദിവസം എടുക്കും? പെട്ടെന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ ഫോൺ ഉപയോഗിക്കാം. പക്ഷേ എഴുത്ത് തന്നെയല്ലേ? ഞാൻ എഴുതിയ ഒരു എഴുത്ത് വായിക്കുമ്പോ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. ഒരിക്കൽ വായിച്ചതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് പിന്നെയും വായിക്കാം. കോളേജിൽ പഠിക്കുന്ന പിള്ളേര് പ്രേമലേഖനം എഴുതുന്നതിന്റെ മനഃശാസ്ത്രമാണിത്. കാമുവിന്റെ എഴുത്ത് കിട്ടുന്ന കാമുകി അത് വായിച്ച് രോമാഞ്ചമണിയുന്നു. കുറെ കഴിയുമ്പോ വീണ്ടും അതെടുത്ത് വായിക്കുന്നു, വീണ്ടും രോമാഞ്ചമണിയുന്നു. ആ എഴുത്ത് സൂക്ഷിച്ചു വെക്കുന്നു, പിന്നെയും വായിക്കുന്നു. ഒടുവിൽ ആ എഴുത്ത് വീട്ടിലുള്ളവരോ കോളേജിലെ സാറുമാരോ കാണുമ്പോൾ സംഗതി പ്രശ്നമാവുകയും ചെയ്യും. ഇതല്ലേ അതിന്റെ ഒരു രീതി. പക്ഷെ മോഹനേട്ടോ ഇപ്പോഴത്തെ കാലത്തെ കാമുകന്മാര് പോലെ എഴുത്തെഴുതാറില്ല. അവർ മൊബൈലിൽ SMS അയക്കുകയോ ഇന്റർനെറ്റിൽ പ്രണയം കൈമാറുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഈ എഴുത്തെഴുതൽ എന്ന് പറയുന്നതേ കാലഹരണപ്പെട്ട ഒരു പരിപാടിയാണ്. ബുദ്ധിയും വിവരമുള്ളവരൊക്കെ അത് ഉപേക്ഷിച്ചു കളഞ്ഞു. പക്ഷേ എന്റെ മോഹനേട്ടൻ മാത്രം അത് ഉപേക്ഷിക്കില്ല. കാരണം കാലഹരണപ്പെട്ട കാര്യങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ആളാണല്ലോ എന്റെ മോഹനേട്ടൻ. നീ ആ പറഞ്ഞിട്ട് പോകുന്നെന്താ? ഞാനും കാലഹരണപ്പെട്ട ഒരാളാണ് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഞാൻ തീർത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പഴയ ആളുകൾ ഇടുന്ന പോലത്തെ ഷർട്ട് മുണ്ട് വിട്ട് ഒരു കാലം കൂടെയും കുത്തിപ്പിടിച്ച് ജാംബോവാന്റെ കാലത്തെ ബാഗും തൂക്കി വണ്ടിയിൽ പോലും കയറാതെ നടന്നു മാത്രം പോകുന്ന മോഹനേട്ടനെ കണ്ട് നാട്ടുകാരും കാലഹരണപ്പെട്ട മനുഷ്യനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? നാട്ടുകാരും അങ്ങനെ പറയില്ല. നിനക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നീ നാട്ടുകാരെ മേൽ ചാരുകയും വേണ്ട. ഞാൻ പറയുന്നതാണോ മോഹനേട്ട കുറ്റം? ഈ 2015 ആണ്ടിൽ അമ്മയ്ക്ക് കത്തെഴുതുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മകനായിരിക്കും മോഹനേട്ടൻ. മോഹനേട്ടാ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റൽ വകുപ്പ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമായത്. പറയാനുള്ള ആളുകൾ ഫോണിൽ പറയും. എഴുത്തായി അയക്കണമെങ്കിൽ ഇമെയിലില്ലേ? ഇപ്പൊ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നേ വക്കീൽ നോട്ടീസും ജപ്തി നോട്ടീസും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതും പതിയില്ലാതാവും. പുതിയ സൗകര്യങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ എത്രയോ വർഷം നമ്മുടെ നാടിനെയും നമ്മളെയും സേവിച്ച ഒരു സംവിധാനത്തെ പരിഹസിക്കരുത്. പോസ്റ്റൽ എന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. പണ്ടത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എന്നായിരുന്നു. അവസാനത്തെ ടെലിഗ്രാം പഠിച്ച് ആ വകുപ്പ് പൂട്ടിപ്പോയിട്ടേ ഇപ്പതാ 1 വർഷമാകാൻ പോവാ. ഇനി പോസ്റ്റൽ വകുപ്പിന് അത് തന്നെ സംഭവിക്കും. ഒരിക്കലുമില്ല. ആധുനിക സൗകര്യങ്ങളുള്ളപ്പോൾ പഴയതിനെ കളയുന്ന നിന്നെപ്പോലുള്ള നന്ദിയില്ലാത്ത മനുഷ്യർ മാത്രമല്ല, പഴയ സംസ്കാരത്തെയും രീതികളെയും ഓർമ്മിക്കുന്ന എന്നെപ്പോലുള്ളവരും ഈ നാട്ടിലുണ്ട്. ഞാൻ ഇനി എഴുത്തുകൾ എഴുതും, അത് പോസ്റ്റ് ചെയ്യും. പോസ്റ്റൽ വകുപ്പ് അത് വിലാസക്കാരനെ എത്തിക്കുകയും ചെയ്യും. സമ്മതിച്ചു, അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു സംശയം ബാക്കിയുണ്ട് മോനേട്ടാ. ഞാൻ കക്ഷികൾക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നത് തപാൽ വകുപ്പിനെ സഹായിക്കാനല്ല, നോട്ടീസ് കിട്ടേണ്ടടുത്ത് കിട്ടി എന്നുള്ള തെളിവിന് വേണ്ടിയിട്ടാണ്. മോഹനേട്ടൻ ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നത് അമ്മയെ സന്തോഷിപ്പിക്കാനാണോ അതോ തപാൽ വകുപ്പിനെ നിലനിർത്താനാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ഉണ്ടാവില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാർ നിലനിർത്തിയിരിക്കുന്ന ഒരു വെള്ളാനെയാണ് തപാൽ വകുപ്പ്.
ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ മോഹനേട്ടൻ മറ്റൊരു സർക്കാർ വകുപ്പായ തപാൽ വകുപ്പിനെ തള്ളി പറയൂല. കുറച്ചു നേരം ആയല്ലോ പ്രഭേ ഫോണിൽ കുത്തി കളിക്കുന്നു. എന്താ സംഭവം? ഒന്നും പറയണ്ട കാഞ്ഞിന് സാറേ, ഒരു മെയിലേക്ക് ഇന്നലെ മുതൽ നോക്കുക, നടക്കുന്നില്ല. നെറ്റ് ഭയങ്കര സ്ലോ ആണെന്നേ. സത്യം പറഞ്ഞ ഇത്തരം കുന്ത്രാണ്ണെ കണ്ടുപിടിച്ചവനെ വേണം പറയാൻ. പണ്ട് കാലത്ത് എല്ലാം എളുപ്പമായിരുന്നു. ഒരു എഴുത്ത് അയക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ഇല്ലന്റ് വാങ്ങുക, എഴുതുക, ഒട്ടിക്കുക, തപാൽ പെട്ടിയിലിടുക, തീർന്നു. ഇപ്പോഴോ ഇത്രയുള്ള ഒരു പെട്ടി എടുത്ത് കുത്തിയിരുന്ന് കുത്തണ്ടേ? ശിശുപാലൻ ചേട്ടന് ഇതിന്റെ ഗുണം അറിയാത്തോണ്ടാ. ഒരു ഇല്ലന്റെ എഴുതി പോസ്റ്റ് ചെയ്ത എത്ര ദിവസം കഴിഞ്ഞ വിലാസക്കാരന്റെ കൈ കിട്ടുക? SMS-ഓ ഇമെയിലോ ആണെങ്കിൽ അയക്കുന്ന നിമിഷം കിട്ടൂലേ. ഇനിയുള്ള കാലം എഴുത്ത് എഴുതാനൊന്നും ഒരാളും ഉണ്ടാവൂല. ഞാനുണ്ടാവും. സ്വയംപ്രഭ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അതിൽ കുറെ ശരിയുണ്ടാവുകയും ചെയ്യും. പക്ഷേ വേഗത മാത്രമല്ലല്ലോ ജീവിതത്തിൽ കാര്യം. വേഗത ഒരു കാര്യമാണല്ലോ സാറേ. ഉദാഹരണത്തിന് ഞാൻ എന്റെ അച്ഛനൊരു കത്ത് എഴുതുകയാണ്. ഞാനത് SMS ആയോ ഇമെയിലായോ അയച്ചാ അച്ഛൻ ഇപ്പൊ തന്നെ കിട്ടും. മറ്റത് ഒരാഴ്ച കഴിഞ്ഞും. എഴുത്തിലുള്ളത് ഒന്ന് തന്നെയല്ലേ, അപ്പം നേരത്തെ കിട്ടുന്നതല്ലേ നല്ലത്. എഴുത്തിലുള്ളത് ഒന്ന് തന്നെയാണെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇമെയിലിൽ ഒരു സന്ദേശം അയക്കുമ്പോൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങളല്ല, നിങ്ങൾക്ക് വേണ്ടി ആ യന്ത്രമാണ് ടൈപ്പ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ഒരു കത്ത് എഴുതി അയക്കുമ്പോൾ നിങ്ങളുടെ കൈപ്പടയിൽ ആ എഴുത്ത് വിലാസക്കാരന് കിട്ടും. കാഞ്ചനയുടെ അച്ഛൻ ചെറുപ്പത്തിൽ കാഞ്ചനയുടെ കൈ പിടിച്ച് അക്ഷരം എഴുതിച്ചിട്ടുണ്ടാവില്ലേ? അതേ കൈകൊണ്ട് അക്ഷരത്തെറ്റില്ലാതെ കാഞ്ചന എഴുതുന്ന ഒരു എഴുത്തായിരിക്കുമോ, ടൈപ്പ് ചെയ്ത് അയക്കുന്ന എഴുത്തായിരിക്കുമോ അച്ഛനിഷ്ടം? കാഞ്ചനെ, സ്നേഹമായാലും പരിഭവമായാലും സങ്കടമായാലും അത് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നയാൾ അയാളുടെ കൈകൊണ്ട് എഴുതുമ്പോൾ അതിൽ എഴുതുന്നയാളിന്റെ ആത്മാവുണ്ടാവും. ഓരോരുത്തർ എഴുതുന്ന എഴുത്തും ഓരോരോ തരത്തിലായിരിക്കും. പക്ഷേ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എഴുത്തുകൾ ഒരുപോലിരിക്കും, കാഴ്ചയിലെങ്കിലും. എന്റെ അമ്മയ്ക്ക് ഞാൻ എഴുത്തുകൾ എഴുതാറുണ്ട്. കാരണം അത് ഞാനാണ് എഴുതിയതെന്ന് എന്റെ അമ്മയ്ക്ക് അറിയാം. ഞാൻ എഴുതിയ അക്ഷരങ്ങളോട് കമ്പ്യൂട്ടർ കീബോർഡിൽ അക്ഷരങ്ങളെക്കാൾ സ്നേഹവും തോന്നും. വേഗത ആയിക്കോളൂ, പക്ഷേ വേഗത മാത്രം പോരാ ജീവിതത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ റോക്കറ്റോ പ്ലെയിനൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. നമസ്കാരം വക്കീലെ. എന്ത് വിളിച്ചിരുന്നത്? ബാങ്കിൽ നിന്ന് വിളിച്ച് ഒരു ID പ്രൂഫ് കൊടുക്കാൻ പറഞ്ഞു ഉത്തമ. ഇന്നാണെങ്കിൽ ഞാനോട്ട് ഓഫീസിന് പോകുന്നില്ല. ഉത്തമൻ അതുവഴി പോകുമ്പോ ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കാൻ വിളിച്ചതാ. അതിനെന്താണ് വക്കീലെ പ്രശ്നം? ഞാനിപ്പോ അതുവഴിയാണ് പോകുന്നത്. സംഗതി എടുത്തേ. കോപ്പി എടുത്തതില്ല, അതുകൊണ്ട് ഉത്തമൻ പോകുന്ന വഴിക്ക് കോപ്പി എടുക്കണം. ഓ ദേ, പാസ്പോർട്ടാണ്, സൂക്ഷിക്കണം. കോപ്പി എടുത്ത് ബാങ്കിൽ കൊടുത്തിട്ട് ഇന്ന് തന്നെ പാസ്പോർട്ട് തിരിച്ചേൽപ്പിക്കണം. ഓ എന്റെ പൊന്നെ, അതൊക്കെ ഞാൻ ഏറ്റ്. വക്കീലെ പാസ്പോർട്ട് എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം.
ഞാന് അതെ എന്റെ പാസ്പോർട്ട് മോഹനോട് കണ്ടോ? പാസ്പോർട്ടോ? ആ, ഞാനത് അലമാരി വെച്ചിരുന്നതാ, ഇപ്പൊ അത് കാണാനില്ല. നിനക്ക് ഇപ്പൊ എന്തിനാ പാസ്പോർട്ട്? ബാങ്കിൽ കൊടുക്കാനായി എനിക്ക് അതിന്റെ ഒരു കോപ്പി വേണമായിരുന്നു. ബാങ്കിൽ കൊടുക്കാൻ പാസ്പോർട്ട് കോപ്പി വേണമെന്നില്ലല്ലോ. വേറെ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് പോരെ? അതൊക്കെ മതി. പക്ഷെ എന്റെ പാസ്പോർട്ട് കാണണ്ടേ? അതെവിടെ പോയി? നിന്റെ പാസ്പോർട്ട് എവിടെ പോയെന്ന് ഞാൻ എങ്ങനെ അറിയും? അത് അന്വേഷിക്കലല്ല എന്റെ ജോലി. ഞാൻ വളരെ തിരക്കുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. അല്ല മോഹനേട്ടാ, ഒരു കാര്യം ചെയ്, വെച്ചിട്ട് നോക്ക്, അവിടെ അങ്ങനെ കാണും. എന്നെ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വിളിച്ച് ശല്യപ്പെടുത്തരുത്. മോഹനേട്ടാ, ഹലോ ഹലോ. എന്നാലും അത് എവിടെ പോയി? ആ മോഹനേട്ടാ, നാളെ വെളുപ്പിനെ ഞാൻ പോവേ. കഴിക്കാനുള്ളതല്ല അടുക്കളയിൽ കാണും. ഞാനിവിടെ ഇല്ലാന്നോർത്ത് കഴിക്കാതിരിക്കരുത്. എന്തിനാണ് ഇങ്ങനെ മുഖം വെപ്പിച്ചിരിക്കണേ? ഞാൻ വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തില്ലേ? മോഹനേട്ടൻ എന്തായാലും 9:30 ആകുമ്പോഴേക്കും ഓഫീസിൽ പോവും. 5:30 തിരിച്ചും വരും. രാവിലെ 3 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ. അത്രയും സമയം ഒറ്റയ്ക്കിരുന്നാ പോരെ? ഇതൊന്നും വല്ല പ്രശ്നം. രാവിലെ കഴിക്കാനുള്ളത് എടുത്തു തരാൻ ഞാനില്ല. ഉച്ചയൂണ് തനിയെ ചോറ്റുപാത്രത്തിലാക്കി കൊണ്ടുപോകണം. അതല്ലേ സാറിന്റെ പ്രയാസം? ഞാൻ ചോറ് പാത്രത്തിലാക്കി വെച്ചേനെ. പക്ഷെ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളത് രാവിലെ തന്നെ പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നേരം ആവുമ്പോഴേക്കും ചീത്തയാവില്ലേ? അതുകൊണ്ടല്ലേ. നീ എറണാകുളത്തല്ലേ പോകുന്നത്? നീ പാസ്പോർട്ട് ഒക്കെ എന്തിനാ? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ? അത് മാത്രമല്ല, ഈ പാസ്പോർട്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അതെടുത്ത് കത്തിച്ചു കളയാനും സാധ്യതയുണ്ട്. ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിച്ച് അന്ന് മുതലേ മോഹനേട്ടൻ വഴക്കുണ്ടാക്കുന്നതല്ലേ. പാസ്പോർട്ട് കിട്ടിയ അന്നും മോഹനേട്ടൻ മുഖം ഇതുപോലെയായിരുന്നു. മോഹനേട്ടനെ കളഞ്ഞിട്ട് ഞാൻ വല്ല അമേരിക്കയിലേക്ക് പോയാലെന്നുള്ള പേടി കൊണ്ടല്ലേ? എനിക്കങ്ങനെ ഒരു പേടിയില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. ഞാനത് അലമാരി പൂട്ടി വെച്ച് തന്നെ മോഹനേട്ടനെ പേടിച്ചിട്ടാണ്. ആള് മോഹനേട്ടൻ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നീ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്ന ഈ പാസ്പോർട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ കൊണ്ടുവരുന്നത്? അത് കഴിഞ്ഞും ഇത് ഇവിടെ തന്നെ കാണുമല്ലോ. എനിക്കെന്താ ചെയ്തുകൂടാത്തത്? തിരിച്ചു വന്നാലും ഞാനിത് പൂട്ടി വെക്കും. ഈ വീട്ടിൽ തന്നെയല്ലേ പൂട്ടി വെക്കുന്നത്? അപ്പൊ നമുക്ക് കാണാം നീ എത്ര ദിവസം ഇത് പൂട്ടി വെക്കും നോക്കാലോ. ഇപ്പൊ ഇത്രയും പറഞ്ഞ് നീ എന്നെ വാശി കയറ്റിയതുകൊണ്ട് മാത്രം ഞാൻ പറയാം, നീ ഈ പാസ്പോർട്ട് അന്വേഷിച്ച് നക്ഷത്രം എണ്ണും പാമേ, നക്ഷത്രം എണ്ണും. സ്വന്തമായി പാസ്പോർട്ട് ഇല്ലാത്ത ഒരു ഇന്ത്യൻ പൗരന്റെ ധർമ്മ സങ്കടം കാണാം. അടിച്ചു മാറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. ഓഹോ. ഹലോ, അതെ ഉത്തമനാണ്. പുരുഷോത്തമൻ ചേട്ടനാ. ഞാനിന്ന് അതുവഴി വരാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്റെ പുരുഷോത്തമൻ ചേട്ടാ, ഉത്തമനൊരു കാര്യം ഏറ്റതല്ലേ? ഞാനാ? ഞാനിപ്പോ മോഹനേഷ് സാറിന്റെ വീട്ടിലേക്ക്. ശരി 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 ശരി. ഓ ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. എന്താ നോക്കിയില്ലേ? പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസാ? പാസ്പോർട്ട് കാണുന്നില്ലേ? എവിടെ പോയി? എവിടെ പോയിന്നൊക്കെ എനിക്ക് മനസ്സിലായി. സാറിന് വരട്ടെ. ഉത്തമ വന്ന് മോഹനേട്ടൻ എന്നോട് ഒരുമാതിരി ശത്രുവിനെ പോയ പെരുമാറുന്നത്. എന്ത് പറ്റി വയ്ക്കില്ലേ? ഒന്നുമില്ല, ഉത്തമൻ ചെല്ലേ. അതെ, ലൈസൻസ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടു. അത് ഞാനിട്ട്. ശരി ശരി ശരി. സാർ, മണി 5 സാറ് ഇറങ്ങുന്നില്ലേ? കൊള്ളാം. ശിശുപാലനെ പോലുള്ളവരുടെ ഈ കൃത്യനിഷ്ഠ സമ്മതിക്കണം. വൈകിട്ട് വീട്ടിൽ പോകാൻ കാണിക്കുന്ന ഈ കൃത്യനിഷ്ഠ രാവിലെ വരുന്ന കാര്യത്തിലും ഇവിടുത്തെ ജോലി എന്ന കാര്യത്തിലും കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയല്ലേ സാർ. സാറിന്റെ ജോലി നടക്കട്ടെ, ഞാൻ പുറത്തേക്ക്. കാഞ്ചനയും സ്വയംപ്രഭയും പോയോ? പോയി സാർ. ഇനി ഞാനായിട്ട് ശിശുപാലന് ആപ്പീസ് സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ വിട്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഞാൻ ഉറങ്ങാം.
വരുന്നുണ്ട്. എന്റെ പാസ്പോർട്ട് എവിടെ? നിന്റെ പാസ്പോർട്ട് നിന്റെ കയ്യിലല്ലേ? അല്ലല്ലോ, വില്ലേജ് ഓഫീസർ അത് അടിച്ചു മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്ത് ചെയ്തു? എനിക്കറിയില്ല എന്ന് ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞു. ഇനി നീ ഉത്തമനോടെന്നല്ല നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. മോഹനേട്ടാ, പാസ്പോർട്ട് മോഹനേട്ടൻ എടുത്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഈ വീട്ടിലെ അലമാരെ വെച്ച് പൂട്ടിയ ഒരു സാധനം വേറെ ആരെടുക്കാനാണ്? പറ, അതെന്താ ചെയ്തേ? ഞാൻ ആ പാസ്പോർട്ട് അന്വേഷിച്ച് നക്ഷത്രമാണോ എന്ന് മോഹനേട്ട വെല്ലുവിളിച്ചപ്പോ ഞാൻ അത് സൂക്ഷിക്കേണ്ടതായിരുന്നു. മോഹനേട്ടാ, അത് വില്ലേജ് ഓഫീസിലെ കരമടച്ച രസീത് പോലെ ഒരു സാധാ കടലാസ് അല്ല, ഇന്ത്യൻ പാസ്പോർട്ടാ. വില്ലേജ് ഓഫീസിലെ കരമടച്ച രസീതിന് ഇന്ത്യൻ പാസ്പോർട്ടിനേക്കാൾ വിലയുള്ള അവസരമുണ്ട്. അതേത് അവസരവാ? നീ ഒരു വക്കീലായിട്ടും അതൊന്നും അറിയില്ലെന്ന് പറഞ്ഞ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റായി പാസ്പോർട്ട് കൊടുക്കുമായിരിക്കും. പക്ഷേ ജാമ്യത്തിനായി കരമടച്ച രസീത് തന്നെ വേണം. കോടതിക്കാരി അവിടെ നിൽക്കട്ടെ. മോഹനേട്ടാ ഒന്നും പറ, ആ പാസ്പോർട്ട് എവിടെ? ഒളിച്ചു വെച്ചോ? അത് കത്തിച്ചു കളഞ്ഞോ? എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാവുന്നത്? മോഹനേട്ടാ, അന്ന് എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ആ പാസ്പോർട്ട് എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും മോഹനേട്ടനെ കണ്ടുപിടിക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ശരി, എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് നീ ആ പാസ്പോർട്ട് എവിടെയാ കൊണ്ടുവച്ചത്? തിരിച്ചു വന്നിട്ട് ഞാൻ അയ്യോ, അലമാരി വെച്ചില്ലല്ലോ. പിന്നെ അതെവിടെയാ വെച്ചേ? എന്തുപറ്റി? തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് ഓർക്കുന്നില്ല. ഞാനത് എവിടെയാ വെച്ചത്? പാസ്പോർട്ട് വെച്ചത് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ലാത്ത നീയാണ് ഞാനത് എടുത്തു എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചതും ഞാനത് തിന്നു എന്ന് ഉത്തമനോട് പറഞ്ഞതും ഇപ്പൊ എന്റെ മെക്കിട്ട് കയറുന്നതും. ഞാനത് എറണാകുളത്ത് വെച്ച് ബാഗിൽ നിന്ന് എടുത്തിരുന്നു ഒരു കോപ്പി എടുക്കാൻ. അത് കഴിഞ്ഞ അയ്യോ, അത് പോയോ? എവിടെ വെച്ചായിരിക്കും? നമസ്കാരം സർ, വക്കീലില്ലേ? ഉണ്ട്. ഭാമേ, എന്താ ശിവൻകുട്ടി? വക്കീലിനൊരു പാഴ്സൽ ഉണ്ട്, നേരിട്ട് കൊടുക്കേണ്ടതാ. എന്താ? പാസ്പോർട്ടൊക്കെ സൂക്ഷിക്കേണ്ട വക്കീലേ. ഇന്ന് പോസ്റ്റലിൽ വന്നതാ. പോസ്റ്റലോ? എറണാകുളത്തു നിന്നാ ഇത് വന്നത്. വഴിയിൽ എവിടെ നഷ്ടപ്പെട്ടതായിരിക്കും. കിട്ടിയ ആളെടുത്ത് അടുത്ത പോസ്റ്റ് ബോക്സിൽ ഇട്ടു. അവർ ഈ വിലാസത്തിലേക്ക് അയക്കുകയും ചെയ്തു. എന്തായാലും കളഞ്ഞു കിട്ടിയ ആൾ ഇങ്ങനൊരു ബുദ്ധി കാണിച്ചത് നന്നായി. മേൽവിലാസം രേഖപ്പെടുത്തിയ ഒരു രേഖ ബോക്സിൽ ആരെങ്കിലും ഇട്ടാൽ ഞങ്ങളത് വിലാസക്കാരൻ എത്തിച്ചു കൊടുക്കും. ഈശ്വര, നന്നായി. ഞാൻ ഈ പാസ്പോർട്ടിനെ അന്വേഷിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. മോനേട്ടാ, ശിവൻകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്ക. എനിക്കൊന്നും വേണ്ട വക്കീലേ, പക്ഷെ അതിലെ സ്റ്റാമ്പിന്റെ കാശ് വക്കീൽ തരണം. അയച്ച ആള് സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ വിലാസക്കാരൻ തന്നെ കാശ് വാങ്ങുകയല്ലേ വഴിയുള്ളൂ. എത്ര ശിവൻകുട്ടി? 15 രൂപ. സർ, പാസ്പോർട്ടൊക്കെ സൂക്ഷിക്കണേ വക്കീലേ. ഞാൻ വരട്ടെ സാറേ. ഈ പാസ്പോർട്ടാണ് ഞാൻ പുഴുങ്ങി തിന്നു എന്ന് നീ പറഞ്ഞത്. എറണാകുളത്ത് പോയ ദിവസം നീ ഇതെവിടെയോ കളഞ്ഞു എന്നുള്ളതാണ് സത്യം. എങ്ങനെ കളഞ്ഞു പോകാതിരിക്കും? അന്ന് മോഹനേട്ട പറഞ്ഞില്ലേ ഞാൻ ഈ പാസ്പോർട്ട് അന്വേഷിച്ച നക്ഷത്രമാണെന്ന്? മോഹനേട്ടനെ നാക്ക് പറ്റിയതാ. അത് ശരി, അതോടെ നിൽക്കട്ടെ. നീ രാവിലെ എന്താ പറഞ്ഞത്? തപാൽ വകുപ്പ് കൊണ്ട് നാട്ടുകാർക്ക് ഒരു പ്രയോജനവും ഇല്ല, അത് അടച്ചുപൂട്ടേണ്ട കാലം കഴിഞ്ഞു, ബുദ്ധിയുള്ളവർ ഫോണിലോ ഇമെയിലിലോ ഒക്കെയാണ് ബന്ധപ്പെടുന്നത് എന്ന്. ഓർമ്മയുണ്ടോ? പാസ്പോർട്ട് ഫോണിൽ അയക്കാൻ പറ്റോ? ഇമെയിലോ? ചുരുക്കത്തിൽ തപാൽ വകുപ്പ് പൂട്ടിപ്പോകാത്തത് കൊണ്ട് നിനക്ക് ഈ പാസ്പോർട്ട് തിരിച്ചു കിട്ടി. അങ്ങനെ ഒരു തപാൽ പെട്ടി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഈ പാസ്പോർട്ട് കിട്ടിയവൻ ഇത് കായലിലേക്ക് വലിച്ചെറിഞ്ഞനെ.
ശരിക്കും തപാൽ വകുപ്പിന്റെ ആവശ്യമുണ്ട്. ഇല്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? തപാൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ അരങ്ങു വാഴുന്ന കാലത്ത് കാലഹരണപ്പെട്ട പഴയ സംവിധാനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ അവസ്ഥയല്ലേ, എപ്പോൾ ഏത് വഴിക്കാണ് ഒരു സഹായം വരുന്നതെന്ന് പറയാനാവില്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.